സ്നേഹം എന്നത് കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹത്തെയാണ് ഫിലിയോ എന്ന് പറയുന്നത്. മൂന്നാമതായുള്ളത് സ്റ്റോർജ്. സ്റ്റോർജ് എന്ന് പറയുന്നത് അപ്പനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹത്തെയാണ്, മക്കൾക്ക് സഹോദരങ്ങളോടുള്ള സ്നേഹത്തെയൊക്കെയാണ് സ്റ്റോർജ് എന്ന് പറയുന്നത്. നാലാമതായുള്ളതാണ് ദൈവം നമുക്ക് തന്ന സ്നേഹം, അഗാപ്പെ. കണ്ടീഷണബിൾ ആയിട്ടുള്ള ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അഗാപ്പയില്ല സ്നേഹം പോലെ സ്നേഹിക്കാനാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നതൊക്കെയാണ് അഗാപ്പയില്ല. ബാക്കിയെല്ലാ സ്നേഹത്തിലും നമ്മളെന്തെങ്കിലും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. എന്നാൽ അഗാപ്പയില്ല അങ്ങനെയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ക്രിസ്മസിന്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായുള്ളത് ഗോഡ് ടാബർനാക്കിൾ വിത്ത് us. ദൈവം നമ്മോട് കൂടെ കൂടാരം വെച്ചു. ദൈവം ലോകത്തിലേക്ക് മനുഷ്യനായി തീർന്നു. ദൈവം നമ്മളോടൊപ്പം കൂടാരം അടിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ക്രൈസ്റ്റ് ഷോയിങ് ഹിസ് ലവ് ത്രൂ ദി ക്രോസ്. ദൈവം നമ്മുടെ സ്നേഹം ക്രൂശിലൂടെ കാണിക്കുകയാണ്. ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായുള്ളത് ഫോർഗിവിംഗ് ലവ്, ക്ഷമിക്കുന്ന സ്നേഹം. ക്ഷമിക്കുന്ന സ്നേഹത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് തന്നെ കൊല്ലുവാൻ വേണ്ടി ഒറ്റിക്കൊടുത്ത യൂദയെ സ്നേഹിത എന്ന് വിളിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിന്റെ ക്ഷമിക്കുന്ന മനസ്സാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായുള്ളത് സാൽവിഫിക് ലവ്. സാൽവിഫിക് ലവ് എന്നത് രക്ഷിക്കുന്ന സ്നേഹം. ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്മസിന്റെ സന്നിധിയിൽ ലോകത്തിലേക്ക് ആ സ്നേഹമാണ് ദൈവം ക്രൂശിൽ മരിച്ച സ്നേഹമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം വന്നിരിക്കും. മൂന്നാമതായി ദൈവത്തിന്റെ ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് സാക്രിഫിഷ്യൽ ലവ്, ത്യാഗത്തിന്റെ സ്നേഹം. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച യേശു കർത്താവിന്റെ ത്യാഗം അവൾ കാണുകയാണ്. ഓരോ അടികളെടുക്കുമ്പോഴും യേശു കർത്താവിന് കൂടുതൽ വേദന വരുമ്പോൾ അതൊന്നും യേശു കർത്താവ് നോക്കാതെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ക്രൂശിൽ മരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി എനിക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനുള്ളത് അബൈഡിങ് ഇൻ ഹിസ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിച്ച് മനുഷ്യർക്ക് ദൈവസ്നേഹം എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കുക. ദൈവസ്നേഹം നമ്മൾ ലീഡ് ചെയ്യുക. ദൈവസ്നേഹം അവരോട് പറഞ്ഞു കൊടുക്കുക. ദൈവസ്നേഹത്തെക്കുറിച്ച് ഈ 3 കാര്യങ്ങൾ നമുക്ക് സാധിക്കണം. ഒന്നാമത് ഗോഡ് ടാബർനാക്കിൾ വിത്ത് us. ദൈവം നമ്മോട് കൂടെ കൂടാരം അടിച്ചു. രണ്ടാമതായുള്ളത് ഗോഡ് ഷോഡ് ഹിസ് ലവ് ത്രൂ ദി ക്രോസ്. ദൈവത്തിൻ്റെ സ്നേഹം ദൈവം ക്രൂശിലൂടെ കാണിക്കുന്നു. അതിൽ നമുക്ക് 3 കാര്യങ്ങളാണ് കാണുവാനുള്ളത്. ഒന്നാമതായുള്ളത് ഫോർഗിവിംഗ് ലവ്, ക്ഷമിക്കുന്ന സ്നേഹം. രണ്ടാമതായുള്ളത് സാക്രിഫിഷ്യൽ ലവ്, സാൽവിഫിക് ലവ്, അതായത് രക്ഷിക്കുന്ന സ്നേഹം. മൂന്നാമതായുള്ളത് സാക്രിഫിഷ്യൽ ലവ്, ത്യജിക്കുന്ന സ്നേഹം. നമുക്ക് ദൈവത്തെ പോലെ ത്യജിക്കുവാൻ സാധിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം കാണിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അബൈഡിങ് ഇൻ ഹിസ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുക. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിച്ച് മനുഷ്യർക്ക് ദൈവസ്നേഹം കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഈ ക്രിസ്മസ് സമയത്ത് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് കാലവും